വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ആഘോഷമാക്കി മാറ്റിയ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക് ദ ലെഡി പേഴ്സ് എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു അഭിപ്രായം മാത്രമേ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. ഒരു എബോ ആവറേജ് മൂവിയാണ്. നമ്മുടെ ഫാമിലി ആസ്വാദകർ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഡൊമിനിക് എന്ന് പറയാതെ വയ്യ. ഈ ഒരു സിനിമ ഇറക്കിയ ഡയറക്ടർ ഗൗതം മേനോൻ, അദ്ദേഹത്തിന്റെ കരിയറിലെ ഫസ്റ്റ് മലയാള സിനിമയാണ്. ഇദ്ദേഹത്തിന് ഒരേ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. അതായത് ഇദ്ദേഹത്തിന്റെ സിനിമകൾ തമിഴിൽ ഒരുപാട് സിനിമകൾ പെട്ടിയിലായ പടങ്ങൾ, അതായത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ റിലീസാവാത്ത ചിത്രങ്ങൾ ഉള്ളൊരു ഡയറക്ടറാണ് ഗൗതം മേനോൻ. അദ്ദേഹത്തിന്റെ ധ്രുവ നക്ഷത്രം എന്ന സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. അങ്ങനെയുള്ള ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ ലക്കായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം മലയാളത്തിൽ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമ ആ ഒരു അനൗൺസ് ചെയ്ത ഡേറ്റിൽ തന്നെ തിയേറ്ററിൽ എത്തി എന്ന് പറയുമ്പോൾ തന്നെ മഹാ ഒരു അത്ഭുതമാണ്. കാരണം ഗൗതം മേനോൻ ആണ് മക്കളെ, നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഗൗതം മേനോന്റെ സിനിമകൾ എങ്ങനെയുണ്ട് എന്ന് ഏതൊരു പ്രേക്ഷകനും അറിയില്ല. കാരണം ഒരുപാട് സിനിമകൾ എല്ലാ പ്രേക്ഷകരും ഗൗതം മേനോന്റെ സിനിമകൾ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഈ ലാഗിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അദ്ദേഹത്തിന്റെ സിനിമയിലെ നല്ല സോങ്സുകളാണ്. കാരണം തമിഴിൽ ഒരു കോമ്പോ തന്നെയുണ്ട്, ഗൗതം മേനോൻ ഹാരിസ് ജയരാജ് മ്യൂസിക് എന്ന് പറയുമ്പോൾ വേറൊരു വൈബിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളെ കൊണ്ടുപോകും. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗൗതം മേനോന്റെ സിനിമകളിലെ ഏറ്റവും മോശം മ്യൂസിക് ഉള്ള ഒരു സിനിമയാണ് ഡൊമിനിക്. ഈ ഒരു സിനിമയിലെ ഒരു പാട്ട് പോലും വകയ്ക്ക് കൊള്ളത്തില്ല എന്ന് തന്നെ എടുത്തു പറയണം. സിനിമയിലെ ഓരോ അന്തരീക്ഷങ്ങൾക്കനുസരിച്ച് ആ സിനിമയുടെ പ്രേക്ഷകരുടെ പൾസ് അത് കൊടുക്കണമെങ്കിൽ ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് തന്നെ വേണം എന്നത് വീണ്ടും ഒന്നും കൂടി ഗൗതം മേനോൻ നല്ല വൃത്തിയായിട്ട് ഈ ഒരു സിനിമ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കും എന്നത് 100% ഗ്യാരണ്ടീഡാണ്. ഈ ഒരു പടം പക്ക ഇഴഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അതായത് നല്ല രീതിയിൽ ലാഗ് ഉള്ള ഒരു സിനിമയാണ്. ഗൗതം മേനോന്റെ കരിയറിൽ തന്നെ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതില് നല്ല രീതിയിൽ ചിരിക്കാനുള്ള ഒരു സിനിമയായിട്ട് ഡൊമിനിക് കൂട്ടാവുന്നതാണ്. അതില് ഗൗതം മേനോൻ വിജയിച്ചു എന്ന് തന്നെ പറയണം. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം വേറെ ശൈലിയിലേക്ക് അഭിനയത്തിന്റെ നീരുറവുകൾ തേടി പോകുന്ന ഒരു നായകനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാനില്ല, പക്കയാണ്. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, അതിൽ നിന്ന് ഒരു ഡിറ്റക്റ്റീവിലേക്ക് കടന്നു വരുന്ന നല്ല രീതിയിലുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ ഗോകുൽ സുരേഷിന്റെ വേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ഗോകുൽ സുരേഷിന് അത്രയ്ക്കങ്ങ് അഭിനയിച്ച് പൊലിപ്പിക്കാനുള്ള ഒരു സംഭവം ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഗോകുൽ സുരേഷ് ഇതുവരെയെങ്കിലും ഏതെങ്കിലും സിനിമയിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം വലിയ ഉമ്മൊന്നുമില്ലാത്തൊരു നടനാണ്. അതേപോലെയൊക്കെ തന്നെ സാധാരണ അദ്ദേഹത്തിന് കിട്ടിയൊരു വേഷം ആരെയും കൊണ്ട് ഊക്കൊന്നും മേടിച്ചു കൊടുക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. അതുപോലെ തന്നെ വിനീത്, ജയ് ബാബു, ഇവരൊക്കെ ചെറിയ വേഷങ്ങൾ ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ ഗൗതം മേനോൻ, അദ്ദേഹം ചെറിയൊരു വേഷം ഇതിൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ തമിഴിലെ ഡയറക്ഷൻ ചെയ്യുന്നതിനേക്കാളും അഭിനയിക്കുന്നതാണ് കൂടുതൽ. കാരണം സിനിമകളെല്ലാം പെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് അഭിനയിക്കുന്നു കൂടുതൽ സിനിമകളിൽ. അത് നല്ല കാര്യം തന്നെയാണ്. തികച്ചും അവസാനത്തെ 20 മിനിറ്റ് ആണ് ഈ ഒരു സിനിമയുടെ പൾസ് എന്ന് പറയുന്നത്. അത്രമാത്രം തന്നെ പറയാനുണ്ട്. സിനിമയുടെ കൂടുതൽ സ്റ്റോറിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഓരോ പ്രേക്ഷകനും സ്റ്റോറി പറയുമ്പോൾ പിന്നീട് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ആ ഒരു നിരുത്സാഹമാണ് വരുന്നത്. കാരണം കഥ കേട്ടിട്ട് പോയി സിനിമ കാണുമ്പോൾ അതൊരു ഫീൽ വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രേക്ഷകരെടുത്തും ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ ഈ സിനിമയെ സമീപിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ചിത്രം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ചിത്രം ഒരു എബോ ആവറേജ് മൂവിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഒരു ലെവലേശം പോലും കൊള്ളുന്നില്ല. കാരണം
ഗൗതം മേനോൻ, ഹാരിസ് ജയരാജ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകൂട്ടുണ്ട്, ഒരു കോംബോയുണ്ട്. സിനിമയുടെ പൾസറിന് നല്ല രീതിയിൽ മ്യൂസിക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാരിസ് ജയരാജ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് ഇല്ലെങ്കിൽ ഗൗതം മേനോന്റെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് വെറും 0 ആണെന്ന് ഏതൊരു പ്രേക്ഷകനും മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമാണ്. ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ ശിവ എന്ന ഒരു മ്യൂസിക് ഡയറക്ടർ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു. അദ്ദേഹം എന്നെ വിട്ട് പായും തോട്ട എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മ്യൂസിക് ചെയ്ത ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മ്യൂസിക് കോമ്പിയാണ് ഈ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.